ചേട്ടാ നമ്മുടെ മാത്യു പച്ചാനല്ലേ ഇതിനകത്തുണ്ട് പണി തീർത്തിറക്കാൻ പോവാ. പണി പൂട്ടിയിട്ടേക്കുവാ. അച്ഛനെ പൂട്ടിയിട്ടേക്കുവാ. അച്ചായോ നമസ്കാരം. നമസ്കാരം. എന്താ സംഭവം? ഇത് നമ്മുടെ മോമോ ബഗിക്ക് വേണ്ടി, തൃശ്ശൂരുള്ള മോമോ ബഗിക്ക് വേണ്ടി മൂന്നാമത്തെ വണ്ടിയാ. അതെ അതെ അല്ലേ? അതെ. അപ്പം നമ്മുടെ പരിപാടി എല്ലാം തീർന്നു, കംപ്ലീറ്റ് ചെയ്തു. നാളെ ഡെലിവറി ചെയ്യണം. നാളെയാണ് ഡെലിവറി. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാ ചെയ്തേക്കുന്നതെന്ന് പറയാമോ? ഇതിനകത്ത് ഇത് ശരിക്കും പറഞ്ഞാൽ 12x6 ഒരു ഫുൾ കാട്ടാണ്. ഇത് അവരുടെ ജ്യൂസിന്റെ കൗണ്ടറാണ്. പിന്നെ വാഷ് ബേസിന് രണ്ട് ബൗളുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അവർ പാക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. ഇത് മോമോസ് ബോയിൽ ഇതാണ്. ബോയിൽ ചെയ്യാനായിട്ട് ബോയിൽ ചെയ്ത് മോമോസ് ഇത് മോമോസ് ശരിക്കും പറഞ്ഞാൽ പ്രിപ്പറേഷൻ ഇവിടെ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് വണ്ടിയെ തന്നെ മോമോസ് ഉണ്ടാക്കുക. അതെ അതെ അതെ. അതിന്റെ എല്ലാ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത്. വണ്ടിയല്ല, ഇത് കാർട്ടാണ് ശരിക്കും പറഞ്ഞാൽ. അല്ല, നമ്മൾ മറ്റേതൊക്കെ വീട് കടകളിലൊക്കെ അല്ലേ ചെയ്യുന്നത്. അതെ, ഇത് ഈ പ്രാവശ്യം നമ്മൾ വണ്ടിയെ തന്നെ സെറ്റ് ചെയ്യാം. അതെ അതെ. അതിന്റെ മെഷീനറീസ് ഒക്കെ മെഷീനറീസ് ആണ്. അത് കഴിഞ്ഞിട്ട് ഒരു ക്യാഷ് ഡ്രോവർ കൊടുത്തിട്ടുണ്ട്. പൈസ ഇടാനുള്ള സാധനമായിട്ടുണ്ട്. അടിപൊളി സെറ്റപ്പ് അല്ലേ? ക്യാഷ് ഡ്രോവർ ആയിട്ടുണ്ട്. ഇത് നമുക്ക് സെർവിങ് ചെയ്യാൻ അല്ലേ ആണ്. ഇവിടെ ഒരു 3 ചായ കാപ്പി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടാനായിട്ടുള്ള സെറ്റപ്പാണ്. ഗ്യാസും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്ലാസ് ഫിക്സ് ചെയ്യണം, ഒരു ബോർഡ് ഫിക്സ് ചെയ്യണം, വണ്ടി ഡെലിവറി ചെയ്യണം. ഇത്രയേ ഉള്ളൂ. കറണ്ട് ഒക്കെ എങ്ങനെയാ? കറണ്ട് എല്ലാം നമ്മളിപ്പോ എക്സ്റ്റേണലി കറണ്ട് കൊടുത്തേക്കാണ്. 2 എക്സോസ് ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ട്. എക്സോസ് ഫാൻ ഉണ്ട്, 2 ഉണ്ട്. അപ്പൊ വലിയ ചൂടൊന്നും ഇതിനകത്ത് അനുഭവിക്കത്തില്ല. വലിയ ചൂടൊന്നും അനുഭവിക്കത്തില്ല. ഇപ്പൊ തന്നെ നമുക്ക് ചൂടുണ്ട്. ഇത് ഇട്ട് കഴിഞ്ഞാൽ സൗണ്ട് ഉണ്ടാകുന്നുള്ളേ ഉള്ളൂ. ഇതിനകത്ത് അതെ, എയർ സർക്കുലേഷൻ ഉണ്ടാവും. ഇതായിട്ട് പോകുന്നു. അപ്പൊ അതേ ഉള്ളൂ ഇനിയും പണി. ബാക്കിയുള്ള പണിയെല്ലാം തീർന്നിരിക്കണം. അപ്പം ഇത് നമ്മൾ നോർമലി കൊണ്ടുവന്ന് കറണ്ട് കുത്തിയാൽ മാത്രം മതി. നമ്മളെ കൊണ്ട് കറണ്ടേ കുത്തുക. ജനറേറ്റർ ആണെങ്കിൽ ജനറേറ്റർ കൊടുക്കുക, ഇല്ലെങ്കിൽ UPS വേണമെങ്കിൽ UPS ഫിക്സ് ചെയ്യാം. എത്ര സ്ക്വയർ ഫീറ്റ് ആയത്? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 12x6 72 സ്ക്വയർ ഫീറ്റ് ഉണ്ടോ? ഒരു ചെറിയ കടയുടെ സെറ്റപ്പ് ഉണ്ട്. അതെ. അച്ഛാ, ഒരു ഡൗട്ട്. അല്ലേ നിക്ക്, ഒരു ഡൗട്ട്. അതായത് ഈ മൊമ്മോടെ ഈ വണ്ടിയൊക്കെ ഇത് കാട്ടല്ലേ? അതെ, മൊമ്മോ കാട്ട്. അപ്പം ഈ സാധനമൊക്കെ നമുക്ക് ലീഗലി ചെയ്യാൻ പറ്റുന്നതാണോ? ലീഗലി ചെയ്യാൻ പറ്റുന്ന. ഇത് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് പബ്ലിക് പ്ലേസിലിട്ട് കച്ചവടം നടത്താൻ പറ്റത്തില്ല. നമുക്ക് റോഡിലോ അല്ലെങ്കിൽ പബ്ലിക് ആയിട്ടോ ഇട്ട് കച്ചവടം നടത്താൻ പറ്റത്തില്ല. ഇത് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രൈവറ്റ് ആയിട്ടുള്ള പ്ലേസ് നമ്മൾ വാടകയ്ക്ക് എടുക്കണം. വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ നമുക്കിത് പ്ലേസ് ചെയ്തുകൊണ്ട് നടക്കാം. ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഒരു കച്ചവടം തുടങ്ങി, അത് നിശ്ചിന്നില്ലെങ്കിൽ കച്ചവടം നടക്കുന്നില്ല എങ്കിൽ അത് അങ്ങനെ തന്നെ നമ്മൾ വലിച്ച് വേറൊരു പ്രോപ്പർട്ടിയിലേക്ക് കൊണ്ടിടാം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അവരുടെ ഇത് ശരിക്കും പറഞ്ഞാൽ ACP അതേ കളറിൽ തന്നെ വന്നേക്കാം. നമ്മൾ പെയിന്റ് അടിച്ചിട്ടുള്ളത് ജസ്റ്റ് ഈ കോർണറിങ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം അതേ കളർ. ബ്ലൂ അല്ല, ഒരു ഗ്രീനിഷ് റാ. ഇത് അവർ രജിസ്റ്റർ ചെയ്തേക്കുന്ന കളറാണ്. ഇതിന്റെ ഷേപ്പ് പോലും അവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് മോമോ ബഗ്ഗി എന്ന് പറഞ്ഞ അവരുടെ സ്ഥാപനത്തിന് വേണ്ടി യൂണിക്കോൺ കോച്ച് വർക്കിൽ ചെയ്ത കാട്ടാണ്.